നമസ്കാരം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സൂപ്പർ സ്റ്റാറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ജഡ്ജസ് ചേട്ടാ, പൊളിക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ ലേറ്റസ്റ്റ് ഹിറ്റ്സ് റൗണ്ടിലേക്ക് പോവാം. പുതിയൊരു പാട്ട് കേൾക്കാം. ഓക്കെ, പാടാൻ വരുന്നു നമ്മളുടെ ധ്രുവ കുട്ടി. സോ ലെറ്റ്സ് വെൽക്കം ധ്രുവ. வெட்டிக்கட்டி மச்சீனி மனசெல்லாம் அம்பு விட்டா மச்சீனி கண்ணாடி மாட்டிக்கிட்டு என்ன பார்த்து நச்சன்னா கண்ணடிச்சா தையெல்லும் பிஞ்சி போ மச்சீனி கரையில குந்திக்கிட்டா மச்சீனி கைலிய கட்டிக்கிட்டு மூலகில கட்டினு சாஞ்சிக்கிறா. குடிகாரனாகி போய் மச்சீனி குழி தோண்டி தள்ளி போட்டா மச்சீனி ஆசைய பேசாபாதா என்னையும் மக்கரையில விட்டு போட்டானே. வெட்டி கட்டி மனசெல்லாம் அம்பு விட்டா வீடு மூளைக்கும் முக்குக்கும் ஓடித்தான் பிடிச்சு வளைஞ்ச இடுப்ப கிளி வப்பா இப்பா சீவி சிங்காரிச்சு அழகான நின்னால் ஏதாச்சும் சாக்குதா சொல்றா. கெட்ட கோவத்தை வச்சுக்கிட்டு கண்டபாடி கட்டி நீய வயதின காருதாது தந்த நம்ம சேர்ந்து இதை வச்சு பேர சின்ன சின்ன வம்ப சொல்லி குப்பை போல நீ தூக்கி போட்ட. ஏ காட்டு பூச்சிதா உன்னை கலங்கடிக்குதா பார்த்த எல்லாம் வீட்டு வடிஞ்ச போச்சா விட்டா மூச்சங்கி நின்ன முட்டாள என்ன ஆக்குற. மைனர் வெட்டி கட்டி மச்சீனி மனசெல்லாம் அம்பு விட்டா மச்சீனி கண்ணாடி மாட்டிக்கிட்டு என்ன பார்த்து நச்சுன்னா கண்ணடிச்சா. சோதாமா புத்தி இல்ல மச்சாரே, சொல்றதும் கேட்பதில்ல மச்சாரே, பக்கத்து வீட்டுக்கெல்லாம் பக்கவாச்சு மொத்தமா செஞ்சு போட்டா. வாய்க்கைய கெடுத்துட்டல மச்சாரே, வந்ததும் மல்திடுவோம் மச்சாரே, ஏதாச்சும் பேச போனா உன் தங்கச்சி எட்டித்தான் ஓடி போவா. ராவிங்க என்ன பகலிங்க என்ன கண்ணுள்ள வச்சதா காப்பானை உண்ண எந்த சோகமும் உன் பக்கம் வந்தா எதிரே நின்னு மோதி வெற்றி கொள்வானே. துன்பங்க ஏதும் வந்தா அவனே நெஞ்சுக்குள் பொட்டிக்குவா. நீ வைக்கும் பொட்டுக்குள்ள அவனும் வாழ்க்கைய வாழ்ந்துக்குவா. ധ്രുവ, എന്തോ ലേറ്റസ്റ്റ് ഹിറ്റ്സിൽ കിട്ടിലൻ സോങ് ആയിട്ടാണ് വന്നത് അല്ലേ? സോഷ്യൽ മീഡിയ ട്രെൻഡിങ് ഒക്കെ ആയ ഒരു സോങ്. സാരിയെ കൊടുത്ത് വലിയ ആളായി പോയി ധ്രുവ. അരിച്ചേട്ടൻ കണ്ട ധ്രുവ എങ്ങനെയായിരുന്നു? വലുതായി സാരിയൊക്കെ കൊടുത്തു. ഓക്കെ, നമുക്ക് പാട്ടൊക്കെ ശ്വാസം മുട്ടിട്ട് വയ്യാന്ന് കൊച്ചിന്. ലേറ്റസ്റ്റ് ഹിറ്റ്സ് ഇപ്പൊ കൊറേ ഉണ്ടല്ലോ, അപ്പൊ അതില് സോങ് സെലക്ട് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നോ ധ്രുവ മോളെ? അങ്ങനെ വെച്ച് കഴിഞ്ഞാ എനിക്ക് ഇച്ചിരി ഗുമ്മുള്ള പാട്ട് എടുക്കണമെന്നുണ്ടായിരുന്നു. ഇച്ചിരി ഗുമ്മുള്ള പാട്ട് വേണം. വലുതായിട്ട് വേണ്ട, ഇച്ചിരി മതി. സൈസിനനുസരിച്ച് അപ്പൊ നല്ല ഗുമ്മുള്ള പാട്ട് തന്നെ എടുത്തു അല്ലേ? ഓക്കെ, ഹരിചേട്ടാ. ധ്രുവ എന്തോ അടിപൊളിയായിരുന്നു. താങ്ക് യു സർ. എനിക്കിത് ഇഷ്ടമുള്ളൊരു സോങ് കൂടിയാ. ദസറയിലെ എല്ലാ പാട്ടും ഞാൻ കേട്ടിട്ടുണ്ട്. എസ്പെഷ്യലി ഈ സോങ് ദീ അടിപൊളിയായിട്ട് പാടി വെച്ചിട്ടുമുണ്ട്. അതെ മോളെ, നല്ല രസമായിരുന്നു. ആ പാട്ടിന് എന്താണോ വേണ്ട ആ ഒരു ഫീല് കിട്ടി. ഭയങ്കര ക്യൂട്ടായിരുന്നു. മൊത്തത്തിൽ ആ ഒരു സ്വിങ്, ആ മൊത്തത്തിൽ ആ ഒരു നല്ല എൻജോയ് ചെയ്ത് പാടി മോള് കേട്ടോ. അത് നമുക്ക് കിട്ടി.
ഇവിടെ എല്ലാവർക്കും അത് കിട്ടിയ ആ ഒരു പ്രസൻസ്, ആ പാടിയതും എല്ലാം കേട്ടോ, അടിപൊളിയായിരുന്നു. താങ്ക് യു. പിന്നെ എനിക്ക് ആകെ തോന്നിയത് ഇതെല്ലാം ഒരുപോലെ പോയി. കുറച്ച് സ്ഥലത്ത് കുറച്ച് എനർജറ്റിക് ആവാം എന്ന് തോന്നി. എല്ലാം നന്നായിരുന്നു, പക്ഷെ ചില സ്ഥലത്ത് ഒരു കുറച്ചും കൂടി എനർജി കൊണ്ടുവന്നിരുന്നെങ്കിൽ ഒരു ആ കണ്ടിന്യൂറ്റി കുറച്ചുകൂടി ഫീൽ ചെയ്തേനെ. അനുപല്ലവിയുടെ എൻഡ് ഒന്ന് പാടാവോ? കെട്ട കോവത്തെ വെച്ചുകിട്ട് കണ്ടവാടി കട്ടി നീയും അഴുതിന് കാറുതാലും തந்த நம்ம சேர்ந்து இதை வச்ச பேர சின்ன சின்ன வம்ப சொல்லி குப்பை போல நீ தூக்கி போட்ட ஏ காட்டு பூச்சிதா உன்னை கலங்கடிக்குதா பார்த்தழகியெல்லாம் வேத்து வடிஞ்சு போச்சா விட்டாமூ ചന്നി നിന്ന് മുട്ടാള എന്നെ ആക്കുற. നൈസ്, നന്നായിട്ട്. അത് നല്ല ലോക്കായിരുന്നു അത്. അതിങ്ങനെ പെർക്കഷനും പാട്ടും ഒക്കെ ഒരുമിച്ച് പോയാലേ ആ ഒരു ഇമ്പാക്റ്റ് ഉള്ളൂ. ഇത് നല്ല ചോയ്സും മോക്ക് പറ്റിയൊരു പാട്ടുമായിട്ടാണ് വന്നത്. അതാണ് നിങ്ങളുടെ റൈറ്റ് തിങ് ഈ ഒരു റൗണ്ടിൽ മോക്ക്. ഇതിപ്പം വേറൊരു പാട്ട് ഭയങ്കര ഹ്യൂജ് നല്ല സംഗതിയൊക്കെ ഉള്ള എടുത്തുകൊണ്ട് വന്നിരുന്നെങ്കിൽ ചിലപ്പം ഏക്കില്ലായിരുന്നു. പക്ഷെ ധ്രുവയ്ക്ക് പറ്റിയ പാട്ട് ധ്രുവ ചൂസ് ചെയ്തു. ഞാനിത് കണ്ടപ്പോഴേ വിചാരിച്ചു പറ്റിയ പാട്ടാണല്ലോ. നൈസ് ചോയ്സ്. എന്തായാലും നന്നായിരുന്നു മോളെ, നന്നായിട്ട് പാടി കേട്ടോ. ഞാൻ ഒന്നും എഴുതിയിട്ടൊന്നും ഇല്ല, പിന്നെ എഴുതാൻ പറ്റിയൊരു പാട്ടുമല്ല, ഒരുപാടുണ്ട് ഇത്. ഞാനങ്ങ് എൻജോയ് ചെയ്യുന്നു. ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തു. സൂപ്പറായിട്ട് പാടി കേട്ടാ. താങ്ക് യു സർ. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക ഇങ്ങനെ പറയട്ടെ, വല്ല കാര്യമുണ്ടോ നിനക്ക്? വല്ല ആവശ്യമുണ്ടോ നിനക്ക്? പാറു എത്ര വട്ടം ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് ചോദിക്കാൻ. ഓക്കെ ശരത് സർ. ഹായ്, ഹലോ സർ. how are you? எப்படி இருக்க நீ? Great. How about you? தமிழ் പറയണം. எப்படி இருக்க? நீ எப்படி இருக்க? நான் நல்லா இருக்கேன். நான் நல்லா இருக்கேன். நீங்க எப்படி இருக்க? തിരിച്ചു ചോദിക്കേ. நீங்க எப்படி இருக்க? நீங்க எப்படி இருக்கு சார்? நீங்க எப்படி இருக்க சாർ? நான் நல்லா இருக்கு സാർ. ഞാനിത് ഇടയ്ക്ക് ചോദിക്കും എപ്പടി ഇറക്ക്. നീ അവിടെ ഇറക്കിക്കൊണ്ടിരുന്നു. ഞാൻ വോയിസ് എപ്പോഴും അയക്കുന്നത്. മക്കളെ എന്തോ നല്ല എന്താ പറയുക, നല്ലൊരു ഗുമ്മുള്ള പാട്ട് അവിടെ നന്നായിട്ട് തന്നെ പാടി. പക്ഷേ തമിഴായിരുന്നോ എന്ന് മാത്രമേ എനിക്കൊരു ഡൗട്ടുള്ളൂ. വേറെ ഒന്നും എനിക്ക് ഡൗട്ടില്ല. വേറെ എന്തൊക്കെയോ മോള് പറഞ്ഞു, അത് കുഴപ്പമില്ല. അത് ഇത്ര എങ്ങനെ പഠിച്ചു കുഞ്ഞ്? എഴുതി വെച്ചേക്ക. ഞാനൊരു 4 ദിവസം എടുത്തു. 4 ദിവസം കൊണ്ട് പഠിച്ചില്ലേ? വലിയ കാര്യമാണ് മക്കളെ, വലിയ കാര്യം. വെരി ഗുഡ്. ലിറിക്ക് കറക്റ്റ് ആയിരുന്ന കുറേ ഉണ്ട്, കാര്യം ഏതാണ്ടൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാം നല്ല അർത്ഥമുള്ള ലിറിക്കാണ് കേട്ടോ. അത് നമ്മൾ മോള് കുറച്ചും കൂടെ ശ്രദ്ധയോടെ, കാര്യം ഇത് കണ്ടിട്ടാണ് പേടിയാണ്, അതുകൊണ്ട് നമ്മളത് തിരുത്താൻ പറ്റാത്തത്. അപ്പം അത് മാത്രമേ എനിക്കൊരു ഇതായിട്ട് തോന്നിയുള്ളൂ. പിന്നെ തക്കട്ട് അതൊക്കെ നല്ല രസമായിട്ട് പാടി മോള് കേട്ടോ. ഇപ്പം നമ്മൾ ഹരി പാടിച്ചില്ല, അതൊക്കെ നല്ല നല്ല സുഖമുണ്ടായിരുന്നു. പിന്നെ ഇത് ആരൊക്കെയാണ് ചെയ്തത് അതൊക്കെ പറ കേൾക്കട്ടെ. ഇത് മ്യൂസിക് ചെയ്തത് സന്തോഷ് നാരായണൻ സാർ. സൂപ്പർ. പിന്നെ ലിറിസിസ്റ്റ് മുത്തമിൽ സാറ്. പിന്നെ പാടിയത് ദീമാമും പിന്നെ അനിരുദ്ധ് ജയചന്ദ്രൻ സാർ. അനിരുദ്ധ് ജയചന്ദ്രൻ, രവിചന്ദ്രൻ. അതേ ഒരു നടനാണ് കേട്ടോ. രവിചന്ദ്രൻ അനിരുദ്ധന്റെ അച്ഛനൊരു നടനാണ്, പഴയ നടനാണ് കേട്ടോ. അനിരുദ്ധ് ആരാന്നറിയാവോ? ആരാ? മ്യൂസിക് കമ്പോസർ. അറിയാം കുഞ്ഞെ. ദീ ആരാണ്? സിംഗർ. അതാരാണ്? സിംഗറാണെന്നറിയാം. സന്തോഷ് നാരായണൻ മോളാ. സന്തോഷ് നാരായണൻ സാറിന്റെ അയ്യോ അല്ല അല്ല, പിന്നെ അദ്ദേഹത്തിന്റെ വൈഫിന്റെ. അല്ല, പിന്നെ ദീമാമിന്റെ സ്റ്റെപ്പ് ഫാദർ ആണ് സന്തോഷ് നാരായണൻ. അത് അച്ഛനാണ്. അതെ, അച്ഛൻ. സന്തോഷ് നാരായണൻ ഒരു ബ്യൂട്ടിഫുൾ വണ്ടർഫുൾ കമ്പോസറാണ്. എല്ലാ പാട്ടുകളിലും തൻ്റേതായിട്ടുള്ള ഒരു ചുമ്മാ ഒരു പാട്ടല്ലാണ്ട് അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഡിഫറൻസ് കാണിക്കുന്ന ഒരു വ്യക്തിയാണ്. സന്തോഷിൻ്റെ പാട്ടുകൾ എനിക്കും കുറേ ഇഷ്ടമാണ്. അപ്പോൾ അതെടുത്തുകൊണ്ട് ഒന്ന് പാടിയതിൽ കുറേ സന്തോഷം മക്കളെ. ഞാൻ അദ്ദേഹത്തിൻ്റെ വലിയൊരു ഫാനാണ്. കാരണം നല്ല കമ്പോസറാണ്, വെരി ഗുഡ് കമ്പോസർ സന്തോഷ് നാരായണൻ മക്കളെ. അതുപോലെ മുത്തമിഴും വളരെ മനോഹരമായിട്ട് എനിക്കൊരു പാട്ട് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇപ്പോഴും പേയ്മെൻറ്റ് കൊടുത്തിട്ടില്ല, കാര്യം ആ പ്രൊഡ്യൂസർ എന്നെ പറ്റിച്ച്. അതുകൊണ്ട് അത് ഞാൻ മുത്തമിഴിന് ഉടനെ തന്നെ പേയ്മെൻറ്റ് വാങ്ങിച്ച് കൊടുക്കുന്നതായിരിക്കും. ഇതിപ്പോൾ റിലീസ് ആവണം. മുത്തമിഴ് സാറിൻ്റെ കൂടെ എനിക്കും ഒരു വർക്ക് റീസെൻ്റ്ലി ചെയ്യാൻ പറ്റി ചെന്നൈയിൽ. സാറ് റെക്കോർഡിംഗ് സെഷൻ മൊത്തം ഉണ്ടായിരുന്നു. നല്ല മനുഷ്യൻ, ഒരു സ്വീറ്റ് മനുഷ്യനാണ്, വളരെ സ്വീറ്റ് മനുഷ്യനായതുകൊണ്ട് എന്നെ ചീത്ത വിളിക്കാത്ത പൈസ കൊടുക്കാഞ്ഞിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി എൻ്റെ കയ്യിൽ ഇപ്പം അല്ലെന്ന്. അത് പോട്ടെ, വാട്ടവർ. അപ്പോൾ മോളെ ഇതേ ഉള്ളടാ, നല്ല ഒരു ഗുമ്മുണ്ടായിരുന്നു.
മോള് പാടിയപ്പോൾ ഈ ലിറിക്ക് മാത്രം ഒന്നിരുന്ന് കറക്റ്റ് ചെയ്യണം മോള് കേട്ടോ. അത് ഇത് അങ്ങനല്ല. അപ്പോൾ അതും കൂടെ കറക്റ്റ് ചെയ്താൽ ഇപ്പം തമിഴ്നാട്ടിലുള്ള ഇതെല്ലാവരും നമ്മുടെ ഷോ എല്ലാവരും കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അപ്പോൾ പല സ്ഥലത്ത് പോകുമ്പോഴും അവരെല്ലാം പറയും ഇന്ന കുഞ്ഞ് മറ്റേ കുഞ്ഞെന്ന് പറഞ്ഞ് നിങ്ങളുടെയൊക്കെ പേരെടുത്ത് പറഞ്ഞ് ചോദിക്കാറുണ്ട്. അത് കുറേ സന്തോഷം. അപ്പോൾ തമിഴ്നാട്ടിലുള്ളവർ കേൾക്കുമ്പോൾ വല്ല പൊട്ടത്തിട്ട് പാടിയാൽ അവരെന്ത് വിചാരിക്കും? അവർക്ക് വലിയ ഭാഷാസ്നേഹികളാണ് തമിഴർ. അപ്പോൾ അവരുടെ ലാംഗ്വേജ് കുറേയും കൂടെ നല്ല നച്ചെന്ന് അങ്ങോട്ട് പറഞ്ഞാൽ അവരുടെ എല്ലാ ഹൃദയത്തിനകത്ത് കയറിയിരിക്കും മോള്. അതാണ് വേണ്ടത് അല്ലേ? സംഗീതത്തിൻ്റെ ഭാഷയില്ലെങ്കിലും ഭാഷയ്ക്കൊരു ബ്യൂട്ടിയുണ്ട്, അതിനൊരു അർത്ഥമുണ്ട്. അപ്പോൾ അത് മക്കൾ മനസ്സിലാക്കുക. കുഞ്ഞല്ലേ നീ, അതൊന്നും ഒരു ഇഷ്യൂ അല്ല മോളെ. പക്ഷെ എന്നാലും നല്ല ഒരു 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 വളരെ പോസിറ്റീവായിട്ടൊരു അപ്രോച്ചാണ് മോളെ. ഐ ലവ് യു. I love you too, sir. താങ്ക് യു. ഓക്കെ, താങ്ക് യു ശരത് സർ. ഇറ്റ്സ് ഓക്കെ. ഷാനിക്ക, ആർ യു റെഡി? ധ്രുവ മോളെ എന്തോ? അടിച്ച് പൊളിച്ച് പാടടി. താങ്ക് യു, സർ. നമ്മൾ പലപ്പോഴും ധ്രുവയുടെ പെർഫോമൻസ് കാണുമ്പോൾ പാട്ടിനനുസരിച്ച് വോയിസ് ഭയങ്കരമായിട്ട് മോഡുലേറ്റ് ചെയ്ത് അത് ആ പാട്ടിന് എന്താണോ വേണ്ടത് അത് അഡാപ്റ്റ് ചെയ്തിട്ട് പാടുന്ന ഒരാളാണ് ധ്രുവ മോള്. അത് അതുപോലെ തന്നെ ഏകദേശം എവിടെയൊക്കെ ഒരു ദീയുടെ ഫ്ലേവറൊക്കെ വന്നു നമുക്ക് കേട്ടോ. അസലായിട്ട് പാടി മോളെ. താങ്ക് യു, സർ. എല്ലാം കഴിയുമ്പോൾ അവളുടെ സൗണ്ട് വരും. താങ്ക് യു. ആ അതല്ലേ, എല്ലാം കഴിയുമ്പോൾ താങ്ക് യു എന്നും പറഞ്ഞു വരും. പിന്നെ ആ അറ്റയറും ആ ഒരു ഡ്രസ്സൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. എല്ലാം ഈ പാട്ടിന് ഭയങ്കരമായിട്ട് കോംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഹരി പാടിച്ച ആ ഒരു ഭാഗം, അത് ഭയങ്കര രസമായിരുന്നു. അത് കറക്റ്റ് ഗ്രിഡിലാണ് മോള് പാടി. പിന്നെ സമ്മതിച്ചു മോളെ, ഇത് മുഴുവൻ പഠിച്ചെടുക്കാൻ ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ച് വലിയ കാര്യം. സൂപ്പർ. സൂപ്പർ മോളെ, താങ്ക് യു, സൂപ്പർ സർ. കേട്ടോ. താങ്ക് യു. അത്രേ ഉള്ളൂ. താങ്ക് യു ഷാനിക്ക. ഓക്കെ, ഗുഡ് കമന്റ്സ് അല്ലേ? അപ്പൊ ഇനി മാർക്സ് എങ്ങനെ ഉണ്ടാവും നമുക്ക് ചോദിച്ചു നോക്കാം. അത് പ്രതീക്ഷിക്കരുത് മോളെ. കമന്റ്സ് ഞങ്ങൾ ചുമ്മാരെന്ന് പറയും. അതെ. ഓക്കെ ശരത് സർ. മക്കളെ ചക്കരെ 8.8 മോളെ. താങ്ക് യു, സർ. താങ്ക് യു ശരത് സർ. ഷാനിക്ക? ഞാനൊരു 8.9. താങ്ക് യു, സർ. സൂപ്പർ. ഹരിച്ചേട്ടാ? 8.8 എന്നെ കാണിച്ച്. ഓക്കെ, ഇട്ടിട്ടുണ്ട്. ഓക്കെ ഓക്കെ, സോ ടോട്ടൽ 17.7. അടിപൊളി. ഓക്കേടാ, ബാക്കി റൗണ്ട്സും നമുക്ക് പൊളിക്കണം. സൂപ്പർ സ്റ്റാർ വിന്നേഴ്സിന് ലഭിക്കാൻ പോകുന്ന സമ്മാനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? 1ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ജിടെക് എഡ്യൂക്കേഷൻ നൽകുന്ന ക്യാഷ് പ്രൈസ്. 2ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ നൽകുന്ന ക്യാഷ് പ്രൈസ്. 3ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ക്യൂബിക്സ് ഫുട്വെയർ നൽകുന്ന ക്യാഷ് പ്രൈസ്. 4ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ചോസൻ ഫുഡ്സ് നൽകുന്ന ക്യാഷ് പ്രൈസ്. ആൻഡ് 5ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു സൂപ്പർനോവ ഫുഡ്സ് നൽകുന്ന ക്യാഷ് പ്രൈസ്. ശരത് സർ, എന്തോ അടുത്തൊരു ഇംപ്രൊവൈസേഷൻ റൗണ്ടിലേക്ക് പോവാം. പിന്നെന്താ ഉറപ്പായിട്ട് സംഗതിയൊക്കെ ആയിട്ടാണോ വരുന്നേ, അല്ലെങ്കിൽ ആ സോള് വെച്ചോണ്ടാണോ പാടുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. പാടാൻ വരുന്നു നമ്മളുടെ ബദ്രിക്കുട്ടൻ. ബദ്രി. കണ്ണിനുള്ളിൽ നീ കണ്ണൻ, കാതിനുള്ളിൽ നീ തേൻമൊഴി, കിന്നര പൂങ്കുഴൽ പാട്ടു നീ, എന്നാളും എൻ കളിത്തോഴി നീ. മുത്തേ നിന്നെ മുത്തി നിൽക്കും കാറ്റിനും അനുരാഗമോ, കണ്ണിനുള്ളിൽ നീ കൺമണി, കാതിനുള്ളിൽ നീ തേൻമൊഴി, കിന്നര പൂങ്കുഴൽ പാട്ടു നീ,
എന്നാളും എൻ കളിത്തോഴി നീ മുത്തേ നിന്നെ മുത്തി നിൽക്കും അനുരാഗമോ ദേഗദാന ദേഗദാന കൂട്ടിൽ നിന്നോടല്ലേ ഇഷ്ടം അനി വീടും തോപ്പിൽ മെയ്യുന്നിലാവേ നിന്നോടല്ലേ ഇഷ്ടം മന്ദാരപ്പൂ നിഴലൊളി വീശും മാമ്പഴപ്പൂൻ പെണ്ണഴകി വാനത്ത് കാർമുകിൽ മഴമേറ്റ് മാരിവിൽ ഒരു നീർമണി നീയോട്ടിരിക്കാൻ ഓമനിക്കാൻ കൂട്ടുകാരി പോരും കൺമണി തേൻമൊഴി മകരിക 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 മപസനിരപ മകരികരിക മകരിക മകരിക മപസാനിതനി നിതൻ ദബദ ദബദ പമപ മപ മഗ മകരി ഗരി സനി സരി ഗമപ മൊഴി മിന്നും രാവിൽ തുവൽ കിനാവായി ഒഴിയാനല്ലേ ഇഷ്ടം ചെറുപരവക്കൂട്ടം വിളക്കൊയ്യും നേരം അറിയാനല്ലേ ഇഷ്ടം നല്ലോമൽ പൂക്കളിൽ ചെമ്പകമോ നാടോടിക്കഥയിലെ കാൽക്കുഴമ്പോ ഒന്നര ചമ്പിളി മിഴി നീട്ടും ഭൂവന്തിക്കടവിലെ മുന്തിരിയാ കാത്തിരിക്കാൻ സമ്മതമോ കൂട്ടുകാരി ചൊല്ലുമോ കണ്ണിനുള്ളിൽ നീ കൺമണി കാതിനുള്ളിൽ നീ തേൻമൊഴി കിന്നാരപ്പൂങ്കുഴൽ പാട്ടു നീ എന്നാളും എൻ കളിത്തോഴി നീ മുത്തേ നിന്നെ മുത്തി നിൽക്കും കാറ്റിനും അനുരാഗമോ ദേഗദാന ധീം തന ദേഗദാന ധീം തന ദേഗദാന ധീം തന ദാന ദേഗദാന ധീം തന ദേഗദാന ധീം തന ദേഗദാന ധീം ദാന ദാന. ബദ്രി ഓ ഓഫ് മ്യൂസിക് കമ്പോസർ അല്ലേ ശരത് സാർ? മ്യൂസിക് കമ്പോസർ ബദ്രിക്ക് ഇംപ്രൂവൈസ് ചെയ്യാൻ വലിയ പാടൊന്നും അവന് ഉണ്ടാവില്ലായിരിക്കും. അതൊക്കെ ചുമ്മാത് അതാ ഒരു നിഷ്പ്രയാസവും ഇല്ലാതെ ചെയ്യും. സ്വരങ്ങളുടെ ഇടയിൽ അവന്റേതായ സ്വരങ്ങൾ. എങ്ങനെ ഉണ്ടായി ബദ്രി? പറ. എന്തായാലും നീ മ്യൂസിക് ഒക്കെ കമ്പോസ് ചെയ്യുന്നതാണല്ലോ. അപ്പൊ എനിക്ക് കുഴപ്പമില്ലാണ്ട് തോന്നി. പിന്നെ ഈ മ്യൂസിക് ഈ പാട്ടും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ആ. അപ്പോൾ മീൻസ് എനിക്ക് ചെറിയൊരു വോയിസ് മാച്ച് ചെറുതായിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അച്ഛൻ. ഓക്കെ. അപ്പോൾ പിന്നെ ഈ പാട്ടെടുത്തു. പിന്നെ ഈ മ്യൂസിക് കമ്പോസർ ചെയ്ത് വെച്ചിരിക്കുന്നതന്നെ അടിപൊളിയായിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട. അതുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ മീൻസ് അങ്ങനെ ഓവറായിട്ട് ചേരുന്നു ഉദ്ദേശിച്ചിരുന്നു. ഓക്കെ. അപ്പൊ എങ്ങനെയായിരുന്നു നമുക്ക് കൂടുതൽ ചോദിച്ചു നോക്കാം. ചോദിക്കാം. ശരത് സാർ. മക്കളെ, ഓ സാർ. ചക്കര നല്ല പാട്ടിടാ, ഉഗ്ര ഒരു പാട്ട്, നല്ല സുഖമുള്ള ഒരു പാട്ട്. ഇത് ആരൊക്കെയാണ് ഇതൊക്കെ പറ കേക്കട്ടെ. ഡീറ്റെയിൽസ് പറയാം. ഓക്കെ. ക്ലീറ്റസോ ഡീറ്റെയിൽസ് പറയാം. ഡീറ്റെയിൽസ് ഓക്കെ. സ്പീഡിലായി പോയി. സിനിമ ട്രിവാൻഡ്രം ലോഡ്ജ്, ഇയർ 2012. പിന്നെ മ്യൂസിക് എഴുതിയിരിക്കുന്നത് MJ ചന്ദ്രൻ സാർ, ലിറിക്സ് എഴുതിയിരിക്കുന്നത് രാജീവ് ഗോവിന്ദ് സാർ, പാടിയിരിക്കുന്നത് നജീം അർഷാദ് സാർ. ഓൾ ഇന്ത്യ റേഡിയോ സാറന്മാരുടെ ബഹളം. ഞാൻ മറ്റേ അനൗൺസ്മെന്റ് കേൾക്കുന്നുണ്ടല്ലോ. അടുത്തതായി നിങ്ങൾ കേൾക്കുന്ന ഗാനം. മക്കളെ, നല്ല പാട്ട്, കുട്ടൻ്റെ മനോഹരമായിട്ടുള്ള ഒരു പാട്ട്. പിന്നെ നജീമും നമ്മുടെ ചക്കരയാണ് അവൻ. അപ്പോൾ അത് കുറേ സന്തോഷം. റിയാലിറ്റി ഷോയിലൂടെ
വന്ന ചെക്കനല്ലേ. അപ്പോൾ ഇതൊക്കെ കുറേ സന്തോഷം. അപ്പോൾ മോൻ നന്നായിട്ട് തന്നെ പാടി. താങ്ക് യു സർ. പിന്നെ ഈ ആദ്യത്തെ ആലാപ്പിലാണ് എനിക്കുള്ളത്. നീ ആ ഉമ്മൊന്നും പാടിയില്ല. അതെന്താണ് മോൻ ഉദ്ദേശിച്ചത്? ഒന്ന് രജിത്ത ഫ്രീ ആണെങ്കിൽ ഒന്ന് ശ്രുതി കൊടുക്കാമോ? ആ എല്ലാം കഴിഞ്ഞിട്ടൊരു ഊ വന്നില്ലേ? അത് മോനെ അതിനു മുമ്പ് നീ ഒന്ന് പാടിക്കോ, കുഴപ്പമില്ല. പിന്നെ ശ്രുതിയടാ, ഫ്ലാറ്റാ, നല്ല ഫ്ലാറ്റാ. ഇപ്പോഴും ചേരട്ടെ. മോനെ ഇപ്പോഴും ഫ്ലാറ്റാടാ. ഇനി നേരെ പോയാൽ അങ്ങ് താമസിച്ചാ മതി, ചാബി വെച്ച് തുറന്ന്. ചേർത്ത് പാടാ. എവിടെയായിട്ട് വരും ഇത്? എനിക്ക് കിടക്കുന്നു വരാൻ. അത് ഫ്ലാറ്റായിപ്പോ. ചേർത്ത് ഇതാണോ പാടിയത്? വല്ലാണ്ട് ഷാർപ്പായിരുന്നു മോനെ. തീന്ന് കേട്ടു. ഞാൻ നോക്കി എന്താണ് ഈ കൊച്ചിന് പറ്റിയെന്ന്. ഈ റൗണ്ട് ഇംപ്രവൈസേഷന് ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ട് ഞാൻ അവിടെയൊക്കെ കയറി നീ പയറ്റിയോ എന്ന് ഞാൻ ആലോചിച്ചു. കേട്ടോ മക്കളെ. പിന്നെ പ്രധാനമായിട്ട് ഈ അനുരാഗം എങ്ങനെയാ പാടുന്നത്? ഈ പല്ലവിയുടെ ഉണ്ട്. കാറ്റിനും അനുരാഗമോ അത് ചേരുന്നോ നീ? കാറ്റിനും അനുരാഗമോ. ആ മോ ഇപ്പൊ പ്രോബ്ലമാടാ. കാറ്റിനും അനുരാഗമോ. അത് കുറച്ച് കൂളായിട്ട് വരട്ടെ കേട്ടോ. കാറ്റിനും അനുരാഗമോ. അത് വൃത്തിയായിട്ടിരിക്കട്ടെ. അതിലെ ആ ഫ്രേസിന്റെ ഒരു ചന്തം. അനുരാഗമോ. ഡൗട്ട് വരരുത് കേട്ടോ. അതുപോലെ മോൻ ഈ പാട്ടിൽ എന്തൊക്കെയാ ചെയ്തത്? ഇതിൽ ആദ്യത്തെ ഒരു ഹമ്മിങ് ചെയ്തു. പിന്നെ സ്വരങ്ങള് ഓൾറെഡി നിധനി അത് ഓൾറെഡി ഉണ്ട്. അതിന്റെ കൂടെ കുറച്ച് ആഡ് ചെയ്തു. കുറച്ചും കൂടെ കുട്ടാ, ഇതൊക്കെ നീ നോട്ട് ചെയ്തോണം കേട്ടോ. ഈ നിധനി അതൊന്നും പോരാന്നായി കുഞ്ഞുങ്ങൾ പറയുന്നത്. അല്ല, ഞാന് വെറുതെ ആഡ് ഇംപ്രവൈസേഷൻ റൗണ്ട് ആയതുകൊണ്ട് അതൊക്കെ കൊള്ളാം മോനെ. അത് കുഴപ്പമില്ല. നമ്മുടെ കുട്ടൻ നല്ലവനാ. നീ പാടിക്കോ അത്. കുട്ടനെ ഞെട്ടട്ടെ കേട്ട്. മകരിക 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 മപസനിരപ മകരിക 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 മപസാനിധനി നിധനി തപദ. നിധനി അത് കൃത്യമായിട്ട് നിർത്തണോടാ. അത് വേറെ നിധനി വേറെ എന്തോ ആയിരുന്നു ആദ്യം പാടിയപ്പോ. മകരിക മപസാനിധനി മകരിക മപസാനിധനി നിധനി ദപദ ദപദ പമപ. അത് കുറച്ചും കൂടെ ക്ലാരിറ്റി ഉണ്ടാവും. കാര്യം രണ്ട് മധ്യമം കിടക്കുന്നില്ല, അതുകൊണ്ടാ. ആ ഉമ്മക്ക അങ്ങ് പോയി കേട്ടോ മക്കളെ. ഉമ്മങ്ങ് വല്ലാത്തൊരവസ്ഥയായിരുന്നു. അത് കഞ്ഞി കുടിച്ചിട്ടില്ലാത്ത ഒരു ഉമ്മ കേട്ടോ. അത് ഒന്ന് ശരിയായിക്കോണം. ബാക്കി പിന്നെ ഈ കാറ്റിനും അതുകൊണ്ട് വേറൊരു നോട്ടാ പാടിയ മോൻ. കാറ്റിനും ഞാൻ വിചാരിച്ചു അങ്ങനെ ആയിരിക്കും ഇംപ്രവൈസ് ചെയ്തോ അവിടെ. അതേടാ, അങ്ങനെ ആക്കിയാണോ നീ? അല്ലല്ല. അത് വല്ലാത്ത കൊടുങ്കാറ്റായിപ്പോയി. അത് നോക്കിക്കോളാം മോൻ ഇംപ്രവൈസ് ചെയ്ത ഏരിയ ഒക്കെ ഒന്ന് പാടിക്കും. അത് കേക്കട്ടെ. ആദ്യം മൂലം ഇംപ്രവൈസ് ചെയ്യായിരുന്നോ നീ? തുടക്കം പോലെ മറ്റേ ഹമ്മിങ് ഉണ്ടായിരുന്നു. സ്വരങ്ങളും അല്ലാതെ മോൻ ഇംപ്രവൈസ് ചെയ്ത് ഒന്ന് പാടാമോ? അനുപല്ലവി കഴിഞ്ഞതിന് ശേഷമുള്ള പല്ലവി.
കൺമണി തേൻമൊഴി. ഇത് ഇത്രയും. ഇത് ചെയ്ത് ഓക്കെ ഓക്കെ. കാര്യം നമ്മൾ നീ ഇമ്പ്രവൈസ് ചെയ്തതായിട്ട് ഫീൽ ചെയ്തില്ല. അത് ഒറിജിനൽ പാട്ട് തന്നെ തിരിച്ച് പാടി വെച്ചോ എന്ന് നമ്മൾ തോന്നിപ്പോയി. പക്ഷെ കൊള്ളാം മോനെ, കൊള്ളാം. അത് കുറച്ചും ഈ പെർഫെക്ഷൻ ആവാടാ. എനിക്ക് പ്രധാനമായിട്ട് പാടിയത് ഇപ്പോൾ ഫീൽ ചെയ്തത് കുറച്ചും കൂടെ പെർഫെക്റ്റ് ആകാം. പാടുന്നത് നല്ല മണി പോലെ നന്നായിരുന്നു. മോൻ പാടിയത് നന്നായിരുന്നു. ആ ഒരു സ്വഭാവത്തിനകത്ത് തന്നെ നിന്ന്. കാര്യം നിങ്ങളൊക്കെ കഴിവുള്ളവരാണ്. അപ്പം ഒരു പാട്ട് കിട്ടി അത് ഇമ്പ്രവൈസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ചെയ്യണം. അപ്പോൾ അതൊരു കഴിവാണ് ഇമ്പ്രവൈസ് ചെയ്യുന്നത്. ചിലർക്ക് അതേ പറ്റും. ഇപ്പോൾ ഹരിഹരൻ സാറിന് നമ്മൾ പാട്ട് പറഞ്ഞു കൊടുത്ത് അന്ന് പാടിച്ചെടുക്കുന്നത് വരെ പിന്നെ ആ പാട്ട് അങ്ങ് മറന്നേക്കണം. കാര്യം എൻ്റെ മുമ്പിൽ വെച്ച് ആ പാട്ട് പാടിയിട്ട് എനിക്കാ മനസ്സിലായില്ല. അത് ഹരിഹരൻ സാർ ഓൻ പാട്ടടാ ഇന്ന് എൻ്റെ അടുത്ത് ഞാൻ പറയും ഏൻ പാട്ടാ. അത്രയ്ക്ക് അദ്ദേഹം പാടി അങ്ങ് മാറ്റിപ്പോവും. അത് അദ്ദേഹത്തിൻ്റെ അത് അത്രയ്ക്ക് ഒരു ബോംബാണ് അദ്ദേഹം. അത്രയും ഐറ്റങ്ങൾ ഇങ്ങനെ ഉള്ളിരിക്കുമ്പോൾ എല്ലാം വന്നു പോകുന്നതാണ് പാടുന്നത്. ഒരെണ്ണം നമ്മൾ ആ ഒരു എന്താ പറയുക, അത് അങ്ങനെ പാടാനേ പറ്റത്തില്ല അദ്ദേഹത്തിന്. അത് അത് അസാധ്യമായിട്ട് പാടുകയും ചെയ്യും. അത് വേറെ കാര്യം. പക്ഷെ അത് ഇമ്പ്രവൈസ് ചെയ്യുന്നത് നല്ലതാണ് മോനെ. അത് ഒരു പോസിറ്റീവ് വേയിലാണ് കേട്ടോ. അത് നശിച്ചു പോരുത്. ആ കോമ്പസിഷൻ്റെ ബ്യൂട്ടി നഷ്ടപ്പെടരുത്. അത് മാത്രം മനസ്സിലാച്ചാൽ ഇപ്പോൾ ഇത് നീ ചെയ്ത കൊള്ളായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെയും ചോദിച്ചു ഇവൻ ആ പാട്ട് തന്നെ പാടിയോ, ഇമ്പ്രവൈസ് ഒന്നും ചെയ്തില്ല എന്ന്. അപ്പോൾ ഇത് നൈസ്. കാര്യം ആ ഫാമിലിക്കകത്ത് തന്നെ ഉണ്ട് മോൻ ചെയ്തതൊക്കെ കേട്ടോ. അത് കുറച്ചും കൂടെ പെർഫെക്റ്റ് ആക്കുക പാടുന്നത്, വേറെ ഒന്നുമില്ല. ഓക്കെ സാർ. ഓൾ ദി ബെസ്റ്റ് മോനെ. താങ്ക് യു സാർ. താങ്ക് യു സർ. ഷാനിക്ക. ബദ്രി ഓ സാർ. നന്നായിട്ട് പാടിയടാ. താങ്ക് യു സാർ. ഈ പറഞ്ഞ പോലെ MJ ആൻഡ്രൻ സാറിൻ്റെ ഒരു ഉഗ്രൻ കമ്പോസിഷൻ, ഭയങ്കര രസമാണ്. ഇപ്പോൾ കേൾക്കുമ്പോഴും എന്ത് രസമാണ് ഈ പാട്ട്. പിന്നെ അതുപോലെ നജീം നമുക്ക് വേണ്ടി ഇഷ്ടം പോലെ പാട്ടുകൾ പാടിയിട്ടുണ്ട്. ഭയങ്കര വേഴ്സറ്റൈൽ ആയിട്ടുള്ള സിംഗറാണ്. വർക്ക് ചെയ്യാനും ഭയങ്കര എളുപ്പമാണ് നജീം. നല്ല ചെക്കനാ. ഭയങ്കര സുഖമാണ് നജീമിന്റെ കൂടെ വർക്ക് ചെയ്യാൻ. പിന്നെ എനിക്ക് വില്ലനായിട്ട് ഇന്ന് തോന്നിയത് ശ്രുതി. കുറേ ഭാഗത്ത് ചില ഭാഗത്ത് ഷാർപ്പായിരുന്നു, ചില സ്ഥലത്ത് ഫ്ലാറ്റായിരുന്നു. അപ്പോൾ എനിക്ക് ശ്രുതി പ്രശ്നമാണ് എനിക്ക് മെയിനായിട്ട് തോന്നിയത്. പിന്നെ ബദ്രി വേറൊരു കാര്യം, ഇപ്പം പിന്നെ ഞാൻ ശരിയിട്ട് വെച്ചത് എനിക്ക് ഈ കാറ്റിനും അനുരാഗമരുടെ നോട്ടൊക്കെ, പക്ഷെ കാറ്റിനും ബദ്രി പാടുമ്പോൾ അതിന് കൊടുക്കുന്നൊരു ഡൈനാമിക് ഉണ്ട്. അത് അടിപൊളിയാട്ടോ. താങ്ക് യു സാർ. അത് പല്ലവിയിൽ കൃത്യമായിട്ട് വന്നു. അപ്പം ഞാനിങ്ങനെ ചരണമൊക്കെ കഴിഞ്ഞിട്ട് ആ കാറ്റിപ്പോൾ വീണ്ടും വരുമല്ലോ ഞാനിങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴേക്കും കാറ്റ് പോയി. ആ കാറ്റ് പോയി. പിന്നെ ഇപ്പം ശരത്തേട്ടൻ പറഞ്ഞില്ലേ ഇതിലെവിടെയൊക്കെയാണ് ഇംപ്രവൈസ് ചെയ്തത് അത് നമുക്ക് മനസ്സിലായില്ലാണ്. അത് ബദ്രിയുടെ വിജയമാണ് കേട്ടോ. കാരണം ആ ഒരു ഇംപ്രവൈസേഷൻ നമുക്ക് മനസ്സിലായില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ആ പാട്ടിൻ്റെ ആ ചട്ടക്കൂടിനകത്ത് തന്നെ അത് വർക്ക് ചെയ്തു എന്നുള്ളതാണ്. ഇംപ്രവൈസ് ചെയ്തില്ലെങ്കിലും അങ്ങനെ തോന്നാം. അതെ, ഇംപ്രവൈസ് ചെയ്തില്ലെങ്കിലും അങ്ങനെ തോന്നാം. പക്ഷെ എനിക്കൊന്ന് 1-2 ഇംപ്രവൈസേഷൻസ് അല്ലേ ഉണ്ടായുള്ളൂ. സ്വരങ്ങള് ഹമ്മിങ്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ സ്വരങ്ങൾ നമ്മൾ വിടില്ല എന്തായാലും. അത് ബദ്രി വരുമ്പോ നമ്മളൊന്ന് എക്സ്പെക്ട് ചെയ്തു. അപ്പോൾ അത് ആ പാട്ടിന്റെ പാക്കേജിനകത്ത് തന്നെ നിന്നു ആ ഇംപ്രവൈസേഷൻസ് ഒക്കെ. അതുകൊണ്ട് നമുക്കത് മനസ്സിലായില്ല. അതുകൊണ്ടാണ് ഈ എടുത്ത് ചോദിക്കേണ്ടി വന്നത്. അപ്പൊ ദാറ്റ് ഇസ് യുവർ സക്സസ് കേട്ടോ ആ ഒരു കാര്യത്തിൽ. ബാക്കിയൊക്കെ നന്നായിട്ട് തന്നെ പാടിയടാ. നല്ല സോങ് സെലക്ഷൻ. എനിക്കും ഇപ്പോൾ പറഞ്ഞ പോലെ ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ഭയങ്കര സ്വീറ്റ് മെലഡിയാണ് ഈ ഒരു പാട്ട് എന്ന് പറയുന്നത്. എനിക്ക് ആദ്യത്തെ ഹമ്മിങ്ങിൽ ആ ശ്രുതി ആ ഉമ്മ വന്നപ്പം എനിക്ക് പിടികിട്ടില്ല. പിന്നെ അതുപോലെ മൂവന്തിക്കടവിലെ മുന്തിരിയോ കാത്തിരിക്കാൻ സമ്മതമോ അതൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ. താങ്ക് യു സാർ. നല്ല ഫീൽ ഉണ്ടായിരുന്നു അതൊക്കെ കേൾക്കാൻ. അത്രേ ഉള്ളൂടാ. വെരി ഗുഡ്. താങ്ക് യു ഷാനിക്ക. ഹരിച്ചേട്ടാ. ബദ്രി. ഓ സാർ. നന്നായിട്ട് പാടി ബദ്രി. താങ്ക് യു സാർ. പിന്നെ എനിക്ക് ഒരു പേഴ്സണലായിട്ട് എനിക്ക് തോന്നിയത് ഈസ് ഇറ്റ് റൈറ്റ് ചോയ്സ്. ഈ പാട്ട് ഈ ഒരു റൗണ്ടിൽ പറ്റിയ പാട്ടാണോ? നല്ലൊരു പാട്ടാണ്, എനിക്കും വളരെ ഇഷ്ടപ്പെട്ട പാട്ടാണ്. പക്ഷെ ഇതിനൊരു ഇംപ്രവൈസ് ചെയ്യാനുള്ള സ്കോപ്പ് എവിടെയാണ്? ഇത് ഓൾറെഡി കുറെ ഇംപ്രവൈസേഷൻസ് ഉള്ളൊരു പാട്ടാണ്. ചില ഭാര്യ പറഞ്ഞ ഒരു വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. ചില പാട്ടുകൾ നമുക്ക് എന്ത് ചെയ്താലും ചിലപ്പോൾ നാശമായി പോടാം. എന്ത് ചെയ്താലും അത് ഫാക്റ്റാണ്. അത് മൊത്തത്തിൽ അങ്ങ് അതുകൊണ്ടാണ് നമുക്കൊക്കെ ഡൗട്ട് തോന്നിയത്. ഇപ്പം നജീമേട്ടൻ ഓൾറെഡി അതിൽ കുറേ നല്ല സംഗതീസ് പാടിയിട്ടുണ്ട്. അതുപോലെ സോ ഓൾറെഡി കുറേ വേറൊരു പാട്ട് എടുക്കാമായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.
ഈ ഒരു റൗണ്ടിൽ. കാരണം ഇതൊരു ഇംപ്രവൈസേഷൻ റൗണ്ടാണ്. എനിക്കൊരു ഇംപ്രവൈസേഷൻ ഇതിൽ ഫീൽ ചെയ്തില്ല. അത് ഇംപ്രവൈസേഷൻ അത് ഇംപ്രവൈസ് മോൻ ചെയ്തു ഒരു സ്ഥലത്ത്. പക്ഷെ ഓവറോൾ നമുക്കൊരു പാട്ട് ഇപ്പം കിട്ടുമ്പോഴത്തേക്ക് നമുക്കത് എന്തൊക്കെ ചെയ്യാം. ഇപ്പം ഹമ്മിങ് സ്വരം അല്ലാതെ ആ പാട്ടിനുള്ളൊരു കോൺട്രിബ്യൂഷൻ എന്തൊക്കെ ഭദ്രിക്കായിട്ട് ചെയ്യാം. അപ്പോൾ അതൊരു റൈറ്റ് ചോയ്സ് ആയിട്ട് എടുത്തിരുന്നെങ്കിൽ വേറൊരു പാട്ട് ഇരുന്നെങ്കിൽ കുറച്ചും കൂടി ഒരു ഈ റൗണ്ടിനൊരു ആപ്റ്റ് ആയാനെന്ന് എനിക്ക് തോന്നി. ഒരുപക്ഷെ ഇത്രയും കോംപ്ലിക്കേഷൻസ് ഇല്ലാതെ ഒരു സിമ്പിൾ സോങ് എടുത്തിട്ട് അതിനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചെറിയ ചെറിയ ഇംപ്രവൈസേഷൻസ് ആയിട്ട് ചെയ്തിരുന്നെങ്കിൽ കുറച്ച് ബെറ്റർ ആയിരുന്നു. അപ്പോൾ എനിക്ക് അതാണ് ഇതിൽ തോന്നിയത്. പിന്നെ ഞാൻ ഇങ്ങനത്തെ സ്റ്റൈൽ അങ്ങനെ പാടിയിട്ടില്ല. അത് വേറെ റൗണ്ടിൽ പാടായിരുന്നില്ല, ഈ റൗണ്ടിൽ തന്നെ നിനക്ക് പാടേണ്ട ആവശ്യമുണ്ടോ? അവന് നിർബന്ധമാണ്, നേർച്ച ഇട്ടിട്ടാവുന്നു. അതേ ഞാൻ ചോദിച്ച ബദ്രി, ഈ റൗണ്ടിൽ തന്നെ എന്തുകൊണ്ട് വൈ ഡിഡ് യു ചൂസ് ദിസ്? മനസ്സിലായില്ലേ? വേറൊരു സോങ് എടുക്കായിരുന്നു. അതാണ് എൻ്റെ ഒരു ദാറ്റ്സ് വാട്ട് ഐ ഫെൽറ്റ്. ഓക്കെ സർ. കേട്ടോ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു ഹരിച്ചേട്ടാ. ചോദിക്കാം. ഷാനിക്ക. ബദ്രി. ഓ സാർ. 9. ആ നോട്ടങ്ങളെ ബദ്രി. ഓ സാർ. ഞാനൊരു 8.5. താങ്ക് യു സാർ. താങ്ക് യു ഷാനിക്ക. ശരത് സർ. മക്കളെ ഒരു 8.7. താങ്ക് യു സാർ. താങ്ക് യു ശരത് സർ. ഹരിച്ചേട്ടാ 8.3. എന്നെ കാണിച്ചു. ഓക്കെ, സോ ടോട്ടൽ 17.2. ഓക്കെ ബദ്രി, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അടുത്തതായി ഫിലിമി കവിതാ റൗണ്ടിൽ പാടാൻ വരുന്നു ശ്രീഹരി. പാതേയം ഭരിച്ചോരായി മണ്ണിതിൽ വർഷിക്കുക, ദണ്ഡസാക്ഷിയാം കണ്ണീർ കടലിൽ കുളിക്കുക. പാപിയാണച്ചൻ പക്ഷി പിൻവിളി വിളിക്കില്ല, കാണുവാൻ വയ്യൻ മുത്തേ നിന്റെ ദുഃഖജ്വാല, നിന്റെ ദുഃഖജ്വാല. ശ്രീഹരി, എന്തോ ഭയങ്കര ആധികാരികമായിട്ടൊക്കെ ചിന്തിച്ച് വേറെ എങ്ങോട്ടൊക്കെ പോയല്ലേ നീ? എങ്ങടക്ക് എത്ര നേരം ഉണ്ടായിരുന്നു? ഇത് 5.5 മിനിറ്റ് ആണ്. ആ. എത്ര മിനിറ്റ് ആക്കി എനിക്കറിയില്ല. എത്ര മിനിറ്റ് ആക്കിന്ന് എനിക്കറിയില്ല. അറിയില്ല. ഞാൻ പാടി ഒരു 6 മിനിറ്റ് ആക്കിയിട്ടുണ്ട്. ഏതാണ്ടെന്ന്. ഏതാണ്ട്. ഓക്കെ, എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചു നോക്കാം. ഹരിച്ചേട്ടാ. ആധികാരികമായ പാട്ടായതുകൊണ്ടായിരിക്കാം എന്റെ അടുത്തോട്ട് വന്നതല്ലേ. അതെ, ഉവ്വ്. നന്നായിട്ട് പാടി, നല്ല അറ്റംപ്റ്റ് ആയിരുന്നു കേട്ടോ. താങ്ക് യു സാർ. ഇത് ആരാ മ്യൂസിക്? മ്യൂസിക് രവി ബോംബെ, അല്ല ബോംബെ രവി സാർ. രവി ബോംബെ. ബോംബെ രവി സാർ. Okay. പിന്നെ ലിറിക്സ് കൈതപ്പുറം സാർ. ആ, കൈതപ്പുറം ദാമോദരൻ നമ്പൂരി സാർ. ആ, പാടിയത് പാടിയത് കെ ജയിച്ചതാ സാർ. ആ, ഓക്കെ. ഏത് പടത്തിലേത്? പാധേയം. ഓക്കെ. ഏത് വർഷം? 1970. എനിക്ക് അറിയാടാ നീ അവിടെ പോകുന്നു, ഞാൻ അത് ചോദിച്ചു. ഓക്കെ, മോൻ ഇത് ഏതൊക്കെ രാഗത്തിലായിരുന്നു ഇത്? ഹിന്ദോളുണ്ട്. ആദ്യം ഏതാ തുടങ്ങിയത് മോൻ? അങ്ങനെ ചോദിച്ചാ ആ, അങ്ങനെ വെച്ച് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അങ്ങനെ ചോദിക്കരുത്. ഓക്കെ, ആദ്യം ഏതാ? പ്രപഞ്ചം, അത് ശുഭബന്ധുരാളിയിലായിരുന്നു. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ടാണ് ഹിന്ദോളത്തേക്ക് പോയത്. അല്ലല്ല, പിന്നെ ഒരു നല്ല പ്ലസന്റിലോട്ടല്ലേ പോയത്? എനിക്ക് ഹിന്ദോളം മാത്രമേ അറിയുള്ളൂ. നോട്ട് ദ പോയിന്റ് സർ. ഓക്കെ, എനിവേ ഇതിൽ കുറെ മോനെ ഞാൻ വരയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അത് ചെറിയ ചെറിയ സ്ലിപ്സിലാണ് ഞാൻ ഇങ്ങനെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പം അശ്രുസാഗരം സാക്ഷി, അശ്രുസാഗരം സാഗരം. ആ നോട്ട്സ് അവിടെ പ്രശ്നമുണ്ടായിരുന്നു. പിന്നെ സീതായനം, സീതായനം അവിടെ പഞ്ചമൊക്കെ നല്ല ചേരണം. സീതാ പഠിക്കേ സീതായനം സീതായനം. പിന്നെ ചൂഴ്ന്നു പോലെ പോയൊരൻ ദുഃഖം, ചൂഴ്ന്നു പോയൊരൻ. അതൊക്കെ മോനെ നീ ഈ ശുഭമന്തരാൾ ഈ രാഗത്തിന്റെ ഒരു പ്രശ്നം വെച്ചാൽ ഇതെല്ലാം നോട്ട്സ് അടുത്തടുത്താ.
എല്ലാം അടുത്തായതുകൊണ്ട് പിച്ച് ഔട്ട് ആവാൻ ഭയങ്കര ചാൻസാ. മനസ്സിലായില്ല, നമ്മൾ ശ്രദ്ധിച്ച് പാടിയില്ലെങ്കിൽ. അപ്പൊ ഇങ്ങനെ കുറെ ഏരിയാസ് ഉണ്ട്. ഈ ചൂഴ്ന്നുമൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ എന്നെ ഇവിടെ ത്യജിക്കുക, നെക്സ്റ്റ് ചാൻസ് അല്ലേ. പോവുകൻ കുഞ്ഞെ എന്നെ ഇവിടെ ത്യജിക്കുക. പിന്നെ പാഥേയം പാതേയം പാഥേയം പാതേയം പാതേയം വലിച്ചോറായി പാപിയാണച്ഛൻ പക്ഷേ എത്തണം. ആ നോട്ട് എത്തിയതില്ല. നേരത്തെ ഒരു ധായിലോട്ട് എത്തിയതില്ല, പാ എത്തുകയും ചെയ്തു. പാ ഇല്ലല്ലോ ഇതില്, ആ വിഷയമില്ല. അങ്ങനെ മോനെ മൊത്തത്തില് അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ പിച്ച് ഔട്ട്സ്. പക്ഷെ അത് ഈ രാഗങ്ങൾക്ക് ഭയങ്കര, ഇത് ഒരു രാഗ ബേസ്ഡ് പ്രോപ്പർ അങ്ങനത്തെ പരിപാടിയാ ഈ കവിത മൊത്തം ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ശുഭവന്തരാളി, പിന്നെ മോഹനം, പിന്നെ ഹിന്ദോളം. അപ്പൊ ഇത് അങ്ങനെ പോണം, അപ്പോഴേ ആ ഫീല് കിട്ടുള്ളൂ നമുക്ക് കേൾക്കുന്നവർക്ക്. ഇപ്പൊ അവർക്കറിയില്ലല്ലോ ശുഭവന്തരാളിയിലാ മോൻ പാടുന്നത്, പക്ഷെ ആ ഒരു ഫീല് കിട്ടണമെങ്കിൽ നമ്മൾ ആ കറക്റ്റ് ശ്രുതിയിൽ ദാസാർ എങ്ങനെയാണോ പാടിയത് ആ ഒരു ഫീലില് പാടാൻ ശ്രമിക്കുക കേട്ടോ. പക്ഷെ നല്ല അറ്റംപ്റ്റ് ആയിരുന്നു, നന്നായിട്ട് തന്നെ പാടി. പിച്ചിങ് ഇനി നമ്മൾ അതിലാണൊന്ന് ഫോക്കസ് ചെയ്യേണ്ടത് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഹരിച്ചേട്ടാ. ശരത് സർ. നല്ല എന്താ പറയുക, നല്ലൊരു സുഖമുള്ള ഒരു കവിത മോനെടുത്തുകൊണ്ട് നന്നായിട്ട് തന്നെ പാടി. പക്ഷെ ഇതിൽ പ്രധാനമായിട്ട് മോൻ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ നമ്മളൊരു ഇതൊക്കെ രാഗത്തിൽ ചെയ്തേക്കുന്നതല്ലേ, അപ്പം അത് തന്നെ പാടണ്ടേ നീ പാടുമ്പോഴും അതും ഉണ്ടാവണം. പിന്നെ അതിൻ്റെ ഈ അക്ഷരസ്ഫുടത. അപ്പം അത് മോനെ, അത് എനിക്ക് തോന്നിയത് നന്നായിട്ട് തന്നെ പാടി. പക്ഷെ അത് മോൻ കുറച്ചും കൂടെ ഒരു ഫ്രണ്ട്ലി അല്ലാത്ത പോലെ തോന്നി. ഇപ്പം രാഗങ്ങൾ, ഇപ്പോൾ ശുഭമന്തുവരാളി എന്ന് പറഞ്ഞെടുക്കുമ്പോൾ അത് എത്രയോ പാട്ടുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഇല്ലേ, രാമകഥാഗാനലയം ഒക്കെ ഉണ്ട്. അപ്പം അത് ആ രാഗമായിട്ടൊരു ഫ്രണ്ട്ലി ആവണം മോനെ. കാര്യം രണ്ട് ക്രോമാറ്റിക് ഇല്ലേ, മൂന്ന് സ്വരങ്ങൾ വെച്ചിട്ട് ഇല്ലേ, ഏതാ ഫസ്റ്റ് ശുദ്ധ എടേ അതല്ലടാ. ഈ ശുഭമന്തുവരാളിയിൽ ഒരു മൂന്ന് നോട്ട് വെച്ച് ക്രോമാറ്റിക് ഉണ്ട്, അടുത്തടുത്ത നോട്ട്. അത് ഏതൊക്കെയാണ്? അത് ഞാൻ നേരത്തെ പാടി കേൾപ്പിക്കും. തായ്മായും അല്ലേ, അത് തൊട്ടടുത്തല്ലോ. ഇപ്പൊ പഞ്ചമം ഇല്ല എൻ്റെ ഇടയിൽ. അല്ലേ മാ പാധ അല്ലേ, നീ സരി. രണ്ടും മൂന്നും അടുത്തടുത്തടുത്ത നോട്ട്സ് ആണ്. അപ്പം മോൻ പാടുമ്പോഴല്ലേ ഇത് നോക്കട്ടെ, ഇതിൻ്റെ ഇടയ്ക്കൊരു ഗാന്ധാരവും നീയോ ഉള്ളു അപ്പുറം ഇപ്പുറവും കിടക്കുന്നത്. അപ്പം അത് ഇപ്പോഴും നമ്മൾ എന്ത് ഓസിലേറ്റ് ചെയ്താലും അതിൽ തന്നെ പാടണം കൃത്യമായിട്ട് കേട്ടോ. ഇപ്പൊ അത് പാടിച്ചല്ലേ അശ്രു, അത് മോൻ പാടി. അതൊക്കെ അത് ഈ രാഗവുമായിട്ട് മോൻ ഫ്രണ്ട്ലി അല്ലാത്തത് കൊണ്ടാണ്. അപ്പം അത് ഇല്ലെങ്കിൽ ഒന്ന് കൃത്യമായിട്ട് വരുവടാ. നമ്മളത് അത് നമ്മൾ അപ്പം എന്ത് പാടിയാലും അതിനകത്ത് നിൽക്കും മോനെ. ഈ നിലാവത്തെ കോഴി അഴിച്ചു വിട്ട ഒരവസ്ഥ വരത്തില്ല പാടുമ്പോൾ, അന്തം വിട്ട് പാടേണ്ടി വരത്തില്ല. അത് നീ ശ്രദ്ധിക്കുക പ്രധാനമായിട്ട് കേട്ടോ മക്കളെ. പിന്നെ പാറു, സീതായനം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം മക്കൾക്ക് അറിയാമോ? സീതായനം ഇപ്പൊ രാമായണം എന്ന് പറയുന്നത് സീതന്റെ കഥ. കഥയെന്ന് അങ്ങനെ സ്ട്രെയിറ്റ് അല്ല, സീതയുടെ സഞ്ചാരം, അതാണ് അതൊരു കൃത്യമായിട്ടുള്ള അർത്ഥം. പുത്രകാമേഷ്ടി എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? പാടുമ്പോൾ അത് ചില പുതിയ വാക്കുകൾ കാണുമ്പോൾ അത് നമ്മൾ പഠിക്കുക. പുത്രന്റെ അയലത്തുകാരൻ മക്കളെ, പുത്രഭാഗ്യം ഉണ്ടാവാൻ, അതാണ് പുത്രകാമേഷ്ടി യാഗം എന്നൊക്കെ കേട്ടിട്ടില്ലേ?
അപ്പൊ അതിൽ ഞാൻ ഇതൊക്കെ പറയുന്നത് നിങ്ങൾ കുറേം കൂടെ കൃത്യമാവാൻ വേണ്ടിയാ കേട്ടോ. ആ. ഈ പുത്രകാമേഷ്ടി ഒന്ന് പാടാമോ? കാമേഷ്ണിയാ? പുത്രകാമേഷ്ടി അതെന്താണ്? സത്യം. അതാണ് റൊമാൻറ്റിക് ഫീൽ ചെയ്യട്ടെ മോനെ. പുത്രകാമേഷ്ടി സത്യം. അത് കുറച്ചും കൂടെ ക്ലാരിറ്റി. ഇപ്പൊ ഒരു വിധം രൂപമുണ്ട്, മറ്റേത് കൈവിട്ടു പോയി മോനെ. അതുപോലെ മോനെ പിന്നെ പ്രധാനമായിട്ട് നിന്റെ അടുത്ത് പറഞ്ഞ ഈ ഋഷഭവും ദൈവതവും കേൾക്കണോടാ. കാര്യം തൊട്ടടുത്തുള്ള നോട്ടാകുന്നുണ്ട്. ഇപ്പൊ തുടക്കം ഏതാ പാടുന്നത്? പ്രപഞ്ചം സാക്ഷി സീതായനം. അതൊക്കെ കേട്ടാലല്ല പഞ്ചമത്തില് ചേരുമ്പോ ഒരു സുഖമുള്ളൂ കേട്ടോ. ഓക്കെ. ചൂഴ്ന്ന് അതേതാണ് ലൈൻ? അത് പാടാമോ മോനെ? ചൂഴ്ന്നു അതേതാ അത്? ഏതാണ് നോട്ടില്ല തുടക്കം? ചൂഴ്ന്നു ചൂഴ്ന്നു അതോ ചൂഴ്ന്നു ഏതാണ്? ചൂഴ്ന്നു. അതെന്താ ചൂഴ്ന്നു? ചൂഴ്ന്നു. ആ നോട്ട് തുടക്കമാണ് നമ്മൾ നോക്കേണ്ടത്. മോൻ തെറ്റാ പാടിയേക്കുന്നത്. ആ യൂനിയ ആ അതെ. ദാന ചൂഴ്ന്നു. ദാന അത് ഏത് നോട്ടാണ്? ചൂഴ്ന്നു. അയ്യോ സാറിനകത്ത് പറഞ്ഞില്ലേ? അതാ ചൂടുന്ന കാര്യം ഞാൻ ചോദിച്ചത്. അല്ലേ? ഏതാ? എന്നാ ദായിന്ന് തുടങ്ങ്. ദായൊക്കെ കറക്റ്റാ. ചൂഴ്ന്നു. അത് മോൻ തുടക്കം എപ്പോഴും നോക്കിക്കണം കേട്ടോ. അതാ രാഗത്തിലില്ലാത്ത പോലെ ഇരുന്ന് ഇച്ചിരി ശ്രുതിയുടെ പ്രോബ്ലം വരുമ്പോഴാ മോനെ. പിന്നെ ഇപ്പം ഹരി പാടിച്ചില്ലേ അനുപല്ലവി എന്ന് പറയാൻ പറ്റുന്ന ആ വരി, അത് കുറച്ച് ശ്രുതി ചേർന്നില്ല. പിന്നെ ഇപ്പം പാടിയപ്പോൾ കുഴപ്പമില്ലായിരുന്നു മോൻ. എടാ ഹരി പാടിച്ച. പിന്നെ എനിക്കുള്ള ഒരു സംശയം, ഉൾക്കണ്ണ് നിന്നെ കണ്ടു ഒന്ന് പാടാമോ? അത് കഴിഞ്ഞിട്ട് ഓക്കെ. ചേറിലെ അറ കേട്ടോ. അത് ചേരിലെ. സൂപ്പർ മോനെ. അതുപോലെ എൻ വീണ അത് വിതുമ്പുമ്പോൾ പാടി. അത് കൃത്യമാവണം കേട്ടോ. അടുത്ത എൻ മൗനം അതൊന്ന് പാടാമോ? ആർദ്രസ്വരം. ആ ത്രിസ്വരം എന്നാണ് ഞാൻ കേട്ടത്. ആതൃസ്വരം അങ്ങനല്ല, ആർദ്രസ്വരം. കൃത്യം. ഇതൊക്കെ ഈ കവിതാ റൗണ്ട് എന്ന് പറയുമ്പോൾ അക്ഷരസ്ഫുടതയും അതിൻ്റെ വാക്കുകൾ വളരെ എന്താ പറയണ്ട അർത്ഥവത്തായിട്ട് തന്നെ പ്രൊനൗൺസ് ചെയ്യുകയും പാടിയൊക്കെ വേണം മക്കൾ കേട്ടോ. ദുഷ്ടനാട് അത് പാടിച്ചു. അത് ശ്രുതി അത് ചേർന്നിട്ടില്ലായിരുന്നു മോന്. പിന്നെ മോനെ എന്നെ അത് പല്ലവിയല്ലേ? എന്നെ ഇവിടെ ത്യജിക്കുകയാണോ? അതൊന്ന് പാടാമോ മോനെ? അത് ഏതാ രാഗം? പോവുകൻ കുഞ്ഞെ എന്നെ ഇവിടെ ത്യജിക്കുക. എന്നെ ഇവിടെ എന്നുള്ളത് കൃത്യമാവണം മോനെ. എന്നെ ഇവിടെ എന്നെ വിട് എന്നാ കേൾക്കുന്നത് എനിക്ക്. എന്നെ ഇവിടെ ത്യജിക്കുക. അപ്പൊ ബാക്കിയൊക്കെ കുഴപ്പമില്ല മക്കളെ. അപ്പൊ ഇത് ഒന്ന് കുറച്ചും കൂടെ സൂക്ഷിച്ചും കണ്ട് പാടും. കാര്യം പ്രത്യേകിച്ച് വേറെ താളം അങ്ങനൊന്നും ഇല്ല. ഒരു തമ്പരവും ആ രാഗവും മോൻ അങ്ങ് പാടുക. സത്യം പറഞ്ഞാൽ അതൊരു സുഖമാണല്ലേ അങ്ങനെ പാടുന്നത്. അപ്പം അത് കുറേ കൂടെ കൃത്യമാവണം മോനെ കേട്ടോ. പാടിയത് ഇത് ബോറായെന്നല്ല മോനെ, നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. പക്ഷെ കുറച്ചും കൂടെ ഇതുപോലുള്ള കാര്യങ്ങൾ കുറച്ചും കൂടെ ക്ലാരിറ്റി ഉണ്ടായാൽ ബ്യൂട്ടിഫുൾ ആയിരിക്കും. താങ്ക് യു സർ. അപ്പം മക്കളെ അത്രേ ഉള്ളൂ. അതൊക്കെയായാലും കുറേ സന്തോഷം മോനെ ഇതെടുത്തൊന്നും. പ്രത്യേകിച്ച് നമ്മുടെ കൈതപ്പുറം അണ്ണാച്ചിയുടെ വരികൾ മനോഹരം, ബ്യൂട്ടിഫുൾ. അത് നന്നായിട്ട് തന്നെ പാടും. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഷനിക മകനെ എന്തോ നന്നായിട്ട് പാടിയാടാ. താങ്ക് യു സർ. ഇവര് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. ഞാൻ എനിക്കൊന്ന് എല്ലാവരും കോമൺ ആയിട്ട് തന്നെ അത് അശ്രുസാഗരം, സീതായനം, ചൂഴ്ന്നു. ഞാനത് ആദ്യം എനിക്ക് ഡൗട്ട് അടിച്ചു, ചെറിലെന്നാ നീ എഴുതിയിരിക്കണേ. ചേറില അല്ലേ? ചെറിലെ അതെന്താടാ? അതാ രാതിരിച്ചിട്ട പോലെ സെയിം ജീവാക്ഷരം വിതുമ്പുമ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു. എനിക്കത് മനസ്സിലായില്ല എന്താണ്. പിന്നെ അത് തന്നെ ഇതാ ദുഷ്ടനാണ് അച്ഛൻ, സിന്ധൂരം, പിന്നെ എന്നെ ഇവിടെ ത്യജിക്കുക. സെയിം എല്ലാവരും. അല്ല മോനെ, നമ്മളൊക്കെ എഴുതുന്ന ഒന്ന് തന്നെ ആയിരിക്കും. കാര്യം വേറെ ഇപ്പൊ ഹരി എഴുതുന്നല്ലേ, എന്നാ എൻ്റെ അടുത്ത ലൈൻ ഞാൻ എഴുതാം, അങ്ങനെ പറ്റത്തില്ലല്ലോ. നമ്മളെല്ലാം ഒരേ. പിന്നെ അത് നമ്മൾ പറയുമ്പോൾ അത് അങ്ങനെ ഡിവൈഡ് ചെയ്ത് അങ്ങ് പോകുന്നതാ. അത്രേ ഉള്ളൂ.
പിന്നെ എനിക്ക് മെയിനായിട്ട് ശരത്തേട്ടൻ പറഞ്ഞത് നമ്മളിത് കവിത ആണല്ലോ ഇപ്പൊ ഇതിന്, കാരണം സിനിമ പാട്ടിനകത്തുള്ള കവിത അല്ലേ, അപ്പൊ ഇതിനകത്ത് അക്ഷരസ്ഫുടത എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് ആണ് ഇപ്പൊ ഇവൻ എഴുത്തിൽ പോലും ഈ ചെറിലെ എന്ന് വരാൻ പാടില്ല, അവിടെ കവിത തെറ്റിയില്ലേ, ചേറിലെയാണ്. അപ്പൊ ആ കാര്യത്തിലൊക്കെ നല്ലൊരു ശ്രദ്ധ വേണം നമുക്ക്, പ്രത്യേകിച്ച് ഈ റൗണ്ട് അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് അത് ഒന്ന് ശ്രദ്ധിക്കുക, അക്ഷരസ്ഫുടത, ആ ഒരു അക്ഷരങ്ങളുടെ ക്ലാരിറ്റി, അതിന്റെ പ്രൊജക്ഷൻ എല്ലാം കൃത്യമായിട്ട് വരണം, അല്ലെങ്കിൽ ഇത് ഈ റൗണ്ട് വർക്ക് ആവില്ല. മനസ്സിലായില്ലേ? അത്ര പറയുള്ളൂ, ബാക്കി എല്ലാവരും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കേട്ടോ. നന്നായി, കുറേ ഭാഗത്തൊക്കെ നല്ല ഫീൽ ഉണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. താങ്ക് യു സർ. ഓക്കെ. പിന്നെ ഇത് കുഞ്ഞു കുഞ്ഞു പിച്ച് ഔട്ടുകളാണ് നമ്മുടെ വില്ലനായിട്ട് വന്നത്. പിന്നെ ചിലത് മനസ്സിലായില്ല എന്താ പാടുന്നതെന്നുണ്ട്, ഇപ്പൊ മറ്റേ വിതുമ്പുമ്പോൾ എന്നുള്ള വാക്കുകളൊക്കെ. അത്രേ ഉള്ളൂ, ദാറ്റ്സ് ഓൾ. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. മാർക്ക്. ഓക്കെ, ശരത് സർ, ആ ശ്രീഹരിക്കുട്ടന്റെ മാർക്ക്. ശ്രീഹരിക്കുട്ടന് എന്ത് മാർക്ക് കൊടുക്കാന്? അവൻ അക്ഷരസ്ഫുടതയില്ല. ഇത്രയോ കവിതയൊക്കെ ഇപ്പം പാടിയതല്ലേ. ആ അയ്യോ അത് ശരിയാ, സോറി പാറു. നമ്മളത് മറക്കരുത്. ഇത് ഇങ്ങനെ ഒരാള് നമുക്ക് ആങ്കർ ഇല്ലെങ്കിൽ ഷാനെ നമ്മൾ നമ്മുടെയൊക്കെ ജീവിതം ബുദ്ധിമുട്ടും, തെളിഞ്ഞു പോകാൻ നമ്മൾ ബുദ്ധിമുട്ടിയേനെ. ബുദ്ധിമുട്ടിയാണ്, നമ്മള് വഴിമുട്ടി നിന്നേനെ ഞങ്ങള്. ഓട്ടെ മോനെ ചക്കരെ ഓ പഞ്ചാരെ, ഓ നിനക്ക് 8.3 മാർക്സ്. താങ്ക് യു സർ. ശരത് സർ. ഷാനിക്ക, സെയിം 8.3. താങ്ക് യു സർ. ഹരിച്ചേട്ടാ. സോ ടോട്ടൽ 16.6. ഓക്കെ, ബൈ. ശരത് സർ, Yes. എങ്ങനെയുണ്ട് നമ്മുടെ പുതിയ റൗണ്ട്സ്? തീർച്ചയായിട്ടും നല്ല റൗണ്ട്സ് ആണ്. ഈ കുഞ്ഞുങ്ങൾ എന്താ പറയണ്ട, ഒരു പിഞ്ചു കുഞ്ഞുങ്ങളല്ലേ പാറു, ഒരു ജസ്റ്റ് അവരിങ്ങനെ മുളപൊട്ടി വരികയാണ്. അപ്പോൾ അവരെ കൊണ്ട് സത്യം പറഞ്ഞാൽ ഒരു ടാസ്ക് തന്നെയാണ് കുഞ്ഞുങ്ങൾക്ക്. അവർ നല്ല ടാലൻറ്റഡ് പാട്ടുകാരാണെങ്കിൽ അവർക്ക് ഇംപ്രവൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ എന്താണെന്ന് അതിൻ്റെ സ്പെല്ലിങ് പോലും അറിഞ്ഞുകൂടാത്ത കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അവരെ കൊണ്ട് ചെയ്യിക്കുന്നത് സത്യം പറഞ്ഞാൽ അവരുടെ ഉള്ള ടാലൻറ്റ് പുറത്ത് കൊണ്ടുവരുന്ന ഒരു സംഗതി കൂടാണ്, അത് പറയാതിരിക്കാൻ വയ്യ. അപ്പം ഇത് ഡെഫിനറ്റായിട്ട് ഈ കുഞ്ഞുങ്ങൾക്ക് ഭാവിയിൽ പ്രയോജനം ചെയ്യും ഉറപ്പായിട്ട്. കാര്യം ഇനിയുള്ള കാലം അങ്ങനെ തന്നെ, നമ്മൾ തന്നെ ഒരു സ്കെൽറ്റൻ കിട്ടിയാൽ അസാധ്യമായിട്ട് പാടാനുള്ള ഒരു കേപ്പബിലിറ്റി നമുക്കില്ലെങ്കിൽ നമുക്ക് ആ അവസരം നഷ്ടപ്പെടും. അപ്പം അങ്ങനൊരു എല്ലാ കിടക്കാച്ചി പിള്ളേരല്ലേ, എല്ലാവരും അസാധ്യമായിട്ട് പാടുന്ന കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അവർ പിന്നെ ഈ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഇംപ്രവൈസിങ് എന്ന് പറഞ്ഞാൽ കുറേ സംഗതി അതിൻ്റെ ഇടയിൽ കുത്തിക്കയറ്റി ശ്വാസം മുട്ടിച്ച് ആളുകളെ കൊല്ലുന്ന അല്ല എന്നുള്ളതാണ് അതിൽ പ്രധാനമായിട്ടുള്ളത്. എന്താണ് അതിന് വേണ്ടത് നമ്മളെ കൊണ്ട് അത് കുറച്ചും കൂടെ ഒരു കുറേ കൂടെ ആഹാ എന്ന് പറയിക്കുന്ന വിധത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്, അതാണ് ഇംപ്രവൈസേഷൻ. അല്ലാതെ സംഗതികൾ മാത്രമല്ല. അപ്പോൾ ഈ റൗണ്ട്സുകളെല്ലാം തന്നെ നമുക്കിപ്പോൾ ഒന്നിനെ വരുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അത് ഒരു കലക്കട്ടെ. ഇപ്പൊ ഹരിഹരൻ സാർ തന്നെ നേരത്തെ പറഞ്ഞില്ലേ, ഉയരെ എന്ന് പറഞ്ഞ സോങ് നമ്മൾ ഓരോ വേദി കേൾക്കുമ്പോഴും അദ്ദേഹം ഓരോ രീതിയിലാണ് പ്രസന്റ് ചെയ്യുന്നത്. ഇപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഉയരെന്നുള്ള പാട്ട് റഹ്മാൻ ചെയ്തതല്ല, അതാ ഇപ്പം പാടുന്നത് അദ്ദേഹത്തിന്റെ. അതൊക്കെ ഭയങ്കര ഒരു രസമാണ്. കാരണം അത് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് മടുപ്പില്ലാതെ ഇങ്ങനെ പാടണമെങ്കിൽ ഇങ്ങനെ ഇംപ്രവൈസേഷൻസ് ചെയ്തുകൊണ്ടിരിക്കണം. ഒരുപക്ഷെ എനിക്കും കുറേയൊക്കെ ഞാൻ എൻ്റെ ലൈഫിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കാറുണ്ട്. അപ്പം നമുക്ക് ആ പാട്ട് ബോറടിക്കില്ല. നമ്മൾ പാടി വെച്ച ഞാൻ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉറപ്പായിട്ടും. ഇപ്പൊ ഇക്കൊക്കെ അറിയാം, ഒരു മാസം ഉണ്ടായിരുന്നല്ലോ, ഒരു മാസം ഇംപ്രവൈസ് ചെയ്ത്. അങ്ങനെ ഫുൾ ഇംപ്രവൈസേഷൻ ഒന്നുമില്ല, പക്ഷെ അവൻ ചെയ്യുന്നത് ഭയങ്കര രസമാണ്. ചെറിയ ചെറിയ പരിപാടികളേ ഉള്ളൂ. മതിയല്ലോ, നഞ്ചെന്തിന് നാനാഴി. ജസ്റ്റ് നമ്മുടെ ഒരു സന്തോഷത്തിനും നമുക്ക് പാടുമ്പോൾ നമ്മളും എൻജോയ് ചെയ്യണ്ടേ. ബേസിക്കലി ബോറടിക്കില്ല എന്നുള്ളതാണ് മെയിൻ തിങ്. കാരണം നമുക്ക് ചിലപ്പോൾ ഈ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ഷോസ് ഉള്ള ദിവസം ഇതേ സെയിം പാറ്റേൺ തന്നെ പോകുമ്പോൾ നമുക്കും ഉള്ളിലൊരു ഇതുണ്ടാവും. അപ്പൊ ചിലപ്പോൾ ഒരു പാട്ടിന് പകരം വേറൊരു പാട്ട് ആക്കും, ഇതുപോലെ ചെറിയ ഇംപ്രവൈസേഷൻസ് ഉണ്ടാവും. അപ്പം ഈ പറഞ്ഞ പോലെ നമ്മുടെ ആ സ്റ്റേജ് ഫ്രഷ് ആയിരിക്കും. അടിപൊളി. അപ്പൊ ഷാനിക്കയുടെ ഹരിച്ചേട്ടന്റെ ഒക്കെ ഒരു ഇംപ്രവൈസേഷൻ നമുക്കൊന്ന് കാണാൻ പറ്റുമായിരിക്കും അല്ലേ, കുട്ടികൾക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട്. തീർച്ചയായിട്ടും. ഓക്കെ, റെഡി. അപ്പൊ അടുത്ത എപ്പിസോഡിൽ കേട്ടോ. അപ്പൊ ഞാൻ പോയിട്ട് ഗുഡ് നൈറ്റ്. ചത്തു. നന്ദി. ബൈ. ബൈ.